നമ്മുടെയൊക്കെ ചുറ്റും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാം അവരുടെ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത് ഒരേ ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. ദാറ്റ് ഈസ് കോൾഡ് മൈൻഡ് സെറ്റ് എന്ന് പറയും. ഞാൻ മൈൻഡ് സെറ്റിന്റെ ഒരു ചെറിയൊരു സ്റ്റോറി പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോറി കേൾക്കുന്നതിന് മുമ്പായിട്ട് ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഫോളോ ചെയ്യുക. ഈ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മുമ്പിൽ നമ്മളൊരു 100 രൂപയും ഒരു ഐസ്ക്രീമും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 6 വയസ്സുള്ള കുഞ്ഞ് എടുക്കുന്നത് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ഐസ്ക്രീം ആയിരിക്കും. നേരെ മറിച്ചൊരു മുതിർന്ന ആളുടെ മുന്നിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എടുക്കാൻ വേണ്ടി പോകുന്നത് ഡെഫിനറ്റ്ലി 100 രൂപയായിരിക്കും. ഇതിനർത്ഥം ആ കുഞ്ഞിന് തെറ്റ് പറ്റിയെന്നല്ല, ആ കുഞ്ഞിനെ സംബന്ധിച്ച് അതിന്റെ മുമ്പിൽ അതിന് വാല്യൂഡ് ആയിട്ടുള്ളത് ഐസ്ക്രീം തന്നെയായിരുന്നു, അല്ലെ? അതുപോലെ തന്നെയാണ് പല മുതിർന്ന ആൾക്കാരും ഇപ്പോഴും അവരുടെ പല തീരുമാനങ്ങളും ഒരു ചൈൽഡിഷ് വേയിലാണ് എടുക്കാറുള്ളത്. ഈവൻ ഞാനും അങ്ങനെ എടുത്തിട്ടുണ്ട്. അതങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ലോങ് ടേമിൽ വരേണ്ട പല ബെനിഫിറ്റും ഷോർട്ട് ടേമിൽ ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇത് ഒരിക്കലും മോട്ടിവേഷന്റെ പ്രോബ്ലം കൊണ്ടല്ല, മൈൻഡ് സെറ്റിന്റെ പ്രോബ്ലം കൊണ്ടാണ്. എന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആവണോ അന്ന് മുതൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കാണാനായിട്ട് സാധിക്കും.